ഏയ് ബാഹു, ആ പുഷ്പ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്കല്ലല്ലോ, നിനക്കല്ലേ വിശേഷം. എന്ത്, നിങ്ങൾ 2 പാർട്ടോടെ ഒരു സിനിമയാക്കാൻ പോകുന്ന കേട്ടല്ലോ. ഓ അതോ, ബാഹുബലി ദ എപ്പിക് October 31 റിലീസ്. ഞാനും ഇങ്ങനെ ആലോചിക്കായിരുന്നു പുഷ്പയും 2 പാർട്ടോടെ ഒറ്റ സിനിമയാക്കിയാലോ. അയ്യോ അത് വേണം. എന്താ? അല്ല, പുഷ്പ ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയല്ലേ ഉള്ളൂ. ഞങ്ങളെപ്പോലെ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് പോരെ റിലീസ്. ഓ അതാണല്ലേ നല്ലത്. അതെ, അതാ പ്രേക്ഷകർക്കും നല്ലത്. എന്താ പറഞ്ഞ? ഒന്നുമില്ല. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പുഷ്പ. അപ്പോൾ ബാഹുബലി ദ എപ്പിക് October 31 തിയേറ്ററിൽ. ബാഹുബലി ദ എപ്പിക്, രാജമൗലിയുടെ വിസ്മയം. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ 2 സിനിമകൾ. ഈ 2 സിനിമകളുടെ ഒന്നായി ഒരൊറ്റ സിനിമയായിട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ്. October 31 ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ 2 സിനിമകളും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് അനുഭവങ്ങളും കുറച്ച് നൊസ്റ്റാൾജിയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2015 ഈ ഒരു സിനിമ റിലീസാകുന്നത്, ഫസ്റ്റ് പാർട്ട് റിലീസാകുന്നത്. ആ സമയത്ത് ആക്ച്വലി ഞാൻ ഇന്ത്യയിലല്ല, ഞാൻ UAE വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ 2 സിനിമകളും റിലീസ് ചെയ്തപ്പോഴും ഞാൻ അവിടെയായിരുന്നു. ഞാൻ അവിടെയാണ് ഈ ഒരു സിനിമകൾ രണ്ടും കണ്ടത്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സിനിമ അനൗൺസ് ചെയ്യുന്ന സമയത്തെന്ന് പറയുന്നത് രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടറിൻ്റെ ഈച്ച ആയിക്കോട്ടെ, മഗധുരി ആയിക്കോട്ടെ, ഞാൻ ആക്ച്വലി ഒരു ഫസ്റ്റ് തെലുഗു സിനിമ കാണുന്നതല്ല, തെലുങ്ക് ലാംഗ്വേജിൽ കാണുന്നത് ആക്ച്വലി മഗധുരയാണ്. ബാക്കിയുള്ള സിനിമകളെല്ലാം ഡബ്ഡ് വെർഷൻസാണ് കാണുന്നത്. പക്ഷേ മഗധുര എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഒരു ബ്ലൂറേ, എനിക്കൊന്ന് ബ്ലൂറേ ആണെന്ന് തോന്നുന്നു, ബ്ലൂറേ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് തെലുങ്കിൽ കാണുന്നത്. മഗധുര എന്ന് പറയുന്ന സിനിമ എപ്പോഴും ഇനി രാജമൗലി 100 സിനിമ ചെയ്താലും മഗധുര ആയിരിക്കും എൻ്റെ ഫേവറേറ്റ് സിനിമ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അനൗൺസ് എനിക്കൊന്ന് 2012 2013 ആ ഒരു ടൈമിലാണ് ഈ ഒരു സിനിമ അനൗൺസ് ആകുന്നത്. പ്രഭാസ് എന്ന് പറയുന്ന ഒരു നായകൻ. പ്രഭാസിനെ എനിക്കങ്ങനെ വലിയ പരിചയമുള്ള, അങ്ങനെ പ്രഭാസിൻ്റെ സിനിമകൾ അവിടെ കണ്ടിട്ടുണ്ട്. ഞാനൊരു കട്ട അല്ലു അർജുൻ ഫാനാണ്. സോ അല്ലു അർജുൻ്റെ സിനിമകൾ കാണുന്നതോടൊപ്പം മറ്റ് തെലുഗു സിനിമകളിലേക്ക് എനിക്ക് ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ട് ഞാൻ കുറച്ച് പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ പ്രഭാസിൻ്റെ. എന്നാലും അങ്ങനെ വലിയൊരു ഫാനായ ഒരു ഇതല്ല. പ്രഭാസിൻ്റെ കുറച്ച് സിനിമകൾ എനിക്ക് ഇഷ്ടമാണെന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സിനിമയിലേക്ക് ബാഹുബലി അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഓഫ് കോഴ്സ് രാജമൗലി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൻ്റെ കാരണമാണ് ഈ ഒരു സിനിമയിലേക്ക് ആകർഷ്ടനാകുന്നത്. പക്ഷേ അതിനകത്ത് പിന്നീട് ഒരു കാരണം കൂടെ, അനുഷ്ക. ഞാൻ അനുഷ്കയുടെ ഒരു വലിയ ഫാനാണ്. അരുന്ധതി എന്നൊക്കെ പറയുന്ന സിനിമ കണ്ടിട്ട് എൻ്റെ ഇത് ഒരു നടി എങ്ങനെ ഒരു വലിയൊരു സ്റ്റാറായി, ഒരുപാട് നടികളുണ്ട്, എന്നാൽ പോലും ഒരു സിംഗിൾ പുള്ളിക്കാരുടെ ഒരു പെർഫോമൻസ് കണ്ട്, ഒരു ലേഡി ഓറിയൻറ്റഡ് പടത്തിൽ ഭയങ്കരമായുള്ളൊരു പെർഫോമൻസ് കണ്ടിട്ട് ഞെട്ടിപ്പോയ പടങ്ങളിലൊന്നാണ് ഈ അരുന്ധതി എന്ന് പറയുന്നത്. സോ അനുഷ്ക ഈ ഒരു സിനിമയിലേക്ക് വരുന്നു. പിന്നീട് ബാക്കിയുള്ള ഇതിൻ്റെ എനിക്കൊന്ന് 2012 എൻ്റെ ഒരു ഓർമ്മ. അനൗൺസ് ചെയ്ത സമയത്ത് ഭയങ്കരമായ, ഓൾറെഡി ഇത് 2 പാർട്ടായിട്ടൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അന്നോട്ട് എനിക്ക് സിനിമകൾ ഇഷ്ടമാണ്, സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പണ്ട് എനിക്കൊരു അല്ലു അർജുനെ പറ്റിയുള്ള ന്യൂസുകൾ ഇടുന്നൊരു ബ്ലോഗ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടത്. എന്നാലും ആ സമയത്ത് ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തുള്ള മറ്റ് സ്റ്റാർസിൻ്റെ സിനിമകളും ഇങ്ങനത്തെ സിനിമകളുടെ ന്യൂസുകളൊക്കെ എപ്പോഴും ഫോളോ ചെയ്യുമായിരുന്നു. ഇപ്പം ബാഹുബലി എന്ന് പറയുന്നതിൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഒരു പടത്തെപ്പറ്റി കേൾക്കുന്നതും അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നതും അപ്പോഴാണ്. പിന്നീട് ഈ സിനിമ റിലീസാകുന്ന സമയത്തും അതിൻ്റെ പ്രൊമോഷൻസൊക്കെ തുടങ്ങുന്ന സമയത്തൊക്കെ ഞാൻ ആക്ച്വലി UAEയിലാണ്. യൂഷ്വലി തെലുങ്ക് പടങ്ങൾ ഞാൻ മലയാളത്തിലാണ് കാണുന്നത്. പക്ഷേ ബാഹുബലി ഫസ്റ്റ് സിനിമ ആക്ച്വലി UAEയിലൊന്നും റിലീസ് ഉണ്ടായില്ല, മലയാളം വേർഷൻ റിലീസ് ഉണ്ടായിരുന്നില്ല. ഞാൻ കാണുന്നത് തമിഴാണ്. പക്ഷെ ഇനീഷ്യലി നമ്മൾ റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, മീൻസ് വെബ്സൈറ്റുകളിലൊക്കെയുള്ള റിവ്യൂകളൊക്കെ ഇന്നത്തെ പോലൊരു ഓൺലൈൻ എന്താ പറയുക, യൂട്യൂബിലുള്ള റിവ്യൂകൾ കാണുന്നൊരു ടൈമല്ല. ആ സമയത്ത് വെബിലുള്ള നൗ റണ്ണിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ പോയിട്ട് ഇതെന്താണ് ഈ ഒരു ഫസ്റ്റ് ഇനീഷ്യലി റിലീസ് ചെയ്ത സമയത്ത് ഇതിനെന്താണ് ഒരു അവസ്ഥ എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ തെലുഗു വേർഷൻസിൽ വന്ന റിവ്യൂസൊന്നും എനിക്ക് അത്ര വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഞാൻ ആലോചിച്ചു, ഇത്രയും വലിയൊരു സിനിമ ഇത്രയും നാൾ കഷ്ടപ്പെട്ടിട്ട് ഇതിനിങ്ങനെ ഒരു റിവ്യൂ എന്താ വന്നതെന്ന്. പക്ഷേ പിന്നീട് അത് വരും ദിവസങ്ങളിൽ അതൊക്കെ മാറി. ഞാനും കാണുന്നത് ഏകദേശം ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. തമിഴ് വേർഷനാണ് കാണുന്നത്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, രാജമൗലി എന്ന് പറയുന്ന ഒരു ക്രാഫ്റ്റ്മാനെ പറ്റി അറിയാം. എന്നാലും നമ്മളൊരു സിനിമയുടെ സംവിധായകനെ കണ്ടിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് അദ്ദേഹം ഒരു വലിയൊരു ആളാണ്, ഈ ഒരു സംവിധായകൻ്റെ പടം ആയതുകൊണ്ട് നമ്മൾ പോകുന്നു. ആ സമയത്ത് പ്രഭാസ്, എനിക്കറിയില്ല കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ, പ്രഭാസ് എന്ന് പറയുന്ന ഒരു നായകനെ കാണാൻ വേണ്ടിയിട്ട് അത്രയൊരു ഫാൻ ബേസ് ഉണ്ട്. ഓഫ് കോഴ്സ് തെലുങ്ക് സ്റ്റേറ്റുകളിലുണ്ട്, എന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെ, അല്ലെങ്കിൽ വേൾഡ് വൈഡ് അങ്ങനെ ഒരു ഫാൻ ബേസ് ഉള്ളൊരു സമയമല്ല അത്.
അപ്പോൾ അങ്ങനെ വരുന്നു, ബാഹുബലി ഫസ്റ്റ് കാണുന്നു. ആക്ച്വലി അതൊരു വേൾഡ് ബിൽഡിങ് പോലെയാണ് തോന്നിയത്. കുറച്ച് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. മഹിഷ്മതി എന്ന് പറയുന്ന ആ ഒരു വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് സെറ്റ് ചെയ്യുന്നു. പിന്നെ അതായത് ക്ലിഫ് ഹാങ്ങറിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണ് ബാഹുബലി എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ആക്ച്വലി ഇങ്ങനെ കൊണ്ട് എൻഡ് ചെയ്യിക്കുന്നത്. ആ സിനിമയ്ക്ക് ബാഹുബലി ഫസ്റ്റിന് എനിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു രീതി കൊണ്ട് നിർത്തി. പക്ഷേ അത് ആക്ച്വലി അത് അവരുടെ മാർക്കറ്റിംഗ് പരമായിട്ട് ഏറ്റവും നല്ല ഇതാണ്. ബട്ട് ഫുള്ള് കാണാതെ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇതിനെപ്പറ്റി കുറ്റം പറയാനും പറ്റില്ല. ഇങ്ങനെ കൊണ്ടെന്താ നിർത്തിയെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് 2013 വിശ്വരൂപം എന്ന് പറഞ്ഞ നമ്മുടെ കമലഹാസൻ സാർ ഡയറക്റ്റ് ചെയ്തൊരു പടമുണ്ട്. ആ സിനിമയും ഇതുപോലെ പകുതിക്ക് നിർത്തിയിട്ട് പിന്നീട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് ബാഹുബലിയാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത്. ഇങ്ങനൊരു രീതിയിൽ അത് വന്നു. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒന്നാമത്തെ പാട്ടും രണ്ടാമത്തെ പാട്ടോട് ചേർന്നൊരു പടം. ബാക്കി സെക്കൻഡ് പാർട്ടുകളുള്ള ഒരുപാട് സിനിമകളുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പടത്തെ തന്നെ രണ്ടായിട്ട് മുറിച്ച് മാറ്റുന്നത് എനിക്കത് ഫസ്റ്റ് ടൈം ചെയ്യുന്നത് വിശ്വരൂപമാണെന്ന്. അതിന് മുമ്പുള്ള സിനിമകൾ എനിക്കറിയില്ല. അങ്ങനെ ഒരു ക്ലിഫ് ഹാങ്ങറെ കൊണ്ട് നിർത്തിയിട്ട് പിന്നീട് അടുത്ത കഥ പോകുന്നത്. പക്ഷേ എല്ലാവരും ഇപ്പോൾ പറയപ്പെടുന്നതും ഒരു രാജമൗലി എന്ന് പറയുന്ന ക്രാഫ്റ്റ്മാൻ അതിനെ കൊണ്ട് നിർത്തിയേക്കുന്ന ഒരു പോയിന്റ്, എന്തുകൊണ്ട് കട്ടപ്പ ബാഹുബലി കൊന്നെന്ന് പറയുന്ന വലിയൊരു ക്വസ്റ്റ്യൻ. ഒരു ഇന്ത്യ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയ രീതിയിലേക്ക് പടം മാറുന്നു. പിന്നീട് ആക്ച്വലി ആ സിനിമയുടെ അവസാനം 2016 നെക്സ്റ്റ് ഇയർ അത് റിലീസ് ഉണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ അത് ആ സിനിമയുടെ വലിയൊരു വിജയം അവരെ കുറച്ചുകൂടെ വലിയ രീതിയിൽ അത് മാറ്റാനും, എനിക്ക് ആക്ച്വലി ഫസ്റ്റ് പടം ഒരു തെലുഗു ഓഡിയൻസിനൂടെ വേണ്ടിയിട്ട് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സ്പെഷ്യൽ അപ്പിയറൻസ് സോങ്ങുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് പാട്ടുകൾ വരുന്നുണ്ട്. അങ്ങനത്തെ പാട്ടുകളുണ്ട്. ഇന്നത്തെ ഒരു പാട്ട് നമ്മുടെ തമന്നയുടെ ഒരു പാട്ട് ഭയങ്കരമായിട്ട് വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതൊരു തെലുഗു രീതിയിൽ ചിന്തിച്ചു. പക്ഷേ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ രാജമൗലി എന്ന് പറയുന്ന ഡയറക്ടർ ഒരു പോയിന്റിൽ പോലും അതൊരു തെലുഗു സിനിമയായിട്ട് കണ്ടിട്ടില്ല. അതൊരു ഒരു പാൻ ഇന്ത്യൻ എല്ലാ ഓഡിയൻസിനും റീച്ച് ആകുന്ന രീതിയിൽ അതിനകത്തെ സോങ്ങുകളുടെ പ്ലേസ്മെൻ്റ് ആയിക്കോട്ടെ, ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ച രീതിയൊക്കെ എല്ലാ ആൾക്കാർക്കും കണക്റ്റ് ആകുന്ന പോലെ. ഇപ്പം ഇന്ന് വരുന്ന ഒരുപാട് പാൻ ഇന്ത്യൻ ലേബലിൽ വരുന്ന പല സിനിമകളിലും ഇപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലുള്ള പർട്ടിക്കുലർ റീജിയനിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് ലേബൽ ചെയ്യുമ്പോൾ ഓൾ ഇന്ത്യ അല്ലെ പാൻ ഇന്ത്യ എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷേ ബാഹുബലി 2 എനിക്ക് ഒരിക്കലും ഒരു പോയിന്റ് പോലും അങ്ങനെ തോന്നിയിട്ടില്ല. ബാഹുബലി 1 and 2 എടുത്തു കഴിഞ്ഞാൽ ഫേവറേറ്റ് ആണെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി എനിക്ക് ബാഹുബലി 2 തന്നെയാണ് ഇഷ്ടം. കാര്യം വെച്ചാൽ ബാഹുബലി 2 ഡെഫിനറ്റ്ലി ബാഹുബലി 1 ഉള്ളതുകൊണ്ടാണ് 2 ഉള്ളത്. എന്നാൽ പോലും എനിക്ക് കുറച്ചുകൂടെ സീക്വൻസുകളൊക്കെ കൂടുതലുള്ളതായിട്ടും കുറച്ചുകൂടെ എന്നെ സംബന്ധിച്ച് എന്നിലുള്ള പ്രേക്ഷകന് ഒരു കിടിലൻ ഒരു സെറ്റപ്പ് എന്ന് തോന്നിയ ഒരു പടം ബാഹുബലി 2 ആണ്. എനിക്ക് പേഴ്സണലി ബാഹുബലി 2 ഇഷ്ടപ്പെടാത്തെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കണക്റ്റ് ആകാത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ വരുമ്പോൾ ശിവുഡു എന്ന് പറയുന്ന ക്യാരക്ടർ, നമ്മുടെ പ്രഭാസിൻ്റെ മകൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഭയങ്കര ജോളി ടൈപ്പ് കോമഡിയൊക്കെ ചെയ്യുന്ന ഒരാൾ. അച്ഛൻ ക്യാരക്ടർ ഭയങ്കര സീരിയസ് ആണ്. അദ്ദേഹം ഒരു രാജാവാണ്. കറക്റ്റ് ഒരു രാജാവ് എങ്ങനെയാണെന്ന രീതിയിലാണ് ആ പടത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പം ഈ ഒരു ക്യാരക്ടർ ഷിഫ്റ്റ് ആയ പോലെ എനിക്ക് തോന്നി. ഈ അച്ഛൻ ക്യാരക്ടർ കുറച്ചുകൂടെ കോമഡി കാര്യങ്ങളൊക്കെ വന്നിട്ട് ക്ലൈമാക്സിലേക്ക് വരുമ്പം മകൻ ക്യാരക്ടർ ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട്, ഫസ്റ്റിൽ എങ്ങനെയായിരുന്നു അച്ഛൻ ക്യാരക്ടർ അതുപോലെ ആണ് ഫിനാലെ ക്ലൈമാക്സിൽ വരുന്ന മകൻ്റെ ക്യാരക്ടർ. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയിട്ടുണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് അറിയത്തില്ല. എനിക്ക് പേഴ്സണലി ഇനിയിപ്പം 2 പാർട്ട് 2 സമയത്തായി പോയത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ ആയിപ്പോയതുകൊണ്ടാണോ അതോ ആ കഥ കേട്ടതിന് ശേഷം മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പയ്യനല്ല, ഞാൻ രാജാവാണെന്ന രീതിയിലേക്ക് മാറേണ്ടതാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അതാണ് പേഴ്സണലി ഒരു ക്യാരക്ടറൈസേഷൻ എന്തോ പറ്റിപ്പോയല്ലോ. ഇങ്ങനെ എനിക്ക് 2 വർഷം 2.5 വർഷത്തിന് ശേഷം വരുന്നതുകൊണ്ട് സംഭവിച്ചാണോ എന്നറിയില്ല. ബട്ട് അങ്ങനെ ഡിസൈൻ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. രാജമൗലി എന്ന് പറയുന്ന അല്ലെ അതിൻ്റെ റൈറ്റർ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 പടങ്ങളിൽ എൻ്റെ ഫേവറേറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് സെക്കൻഡ് തന്നെയാണ്. അതിനകത്താണ് കുറച്ചുകൂടെ ഇപ്പം ഓരോ സീക്വൻസുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ബാഹുബലി 1 ശിവുഡുവിൻ്റെ ക്യാരക്ടർ മകൻ ക്യാരക്ടർ മഹിഷ്മതിലേക്ക് വരുന്നൊരു സീക്വൻസാണ് അതിനകത്ത് ഹൈ മൊമെൻ്റ് എന്ന് പറയുന്നത്. പിന്നീട് വരുന്നത് മറ്റേ കാലകയ എന്ന് പറയുന്ന ആ ഒരു വാറാണ് ഇതിനകത്ത് ഒരു ഹൈ പോയിൻ്റ് എന്ന് പറയുന്നത്. പക്ഷേ ബാഹുബലി 2 വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ ഹൈ മൊമെൻറ്റ്സ് ഉണ്ട്. ഇവരെ എടുത്തെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് സീക്വൻസുകളുണ്ട്. അതുകൊണ്ട് പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് എപ്പോഴും ബാഹുബലി സീരീസിൽ ബാഹുബലി 2 ആണ്.
ഇപ്പം അതിനുശേഷം അങ്ങനെ ഒരു രീതിയിലൊരു സിനിമ ചിന്തിച്ചതിന് ശേഷം ഒരുപാട് സിനിമകൾ അത് കണ്ടിട്ട് അനൗൺസ് ആയിട്ടുണ്ട്. ഇപ്പോൾ പുഷ്പയായിക്കോട്ടെ, അതിനകത്ത് ഒരുപാട് സിനിമകൾ അങ്ങനെ അനൗൺസ് ആയിട്ട് എനിക്ക് പെർഫെക്റ്റ്ലി ഓക്കെ ഫസ്റ്റിനോട് നീതി പുലർത്തി അങ്ങനെ തന്നെ വരേണ്ട ഒരു സിനിമയാണെന്ന് തോന്നുന്നത് KGF മാത്രമാണ് എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ രീതിയിൽ. ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, ഇത് രണ്ട് പടം പെർഫെക്റ്റ്ലി ഫസ്റ്റ് എങ്ങനെയാണോ അതിനോട് നീതി പുലർത്തില്ല. എൻ്റെ ഒരു പടിക്ക് മുമ്പിലായിട്ട് തോന്നിയ പടങ്ങളിലൊന്ന് ഡെഫിനറ്റ്ലി അത് ബാഹുബലി ഉണ്ട്. ബാഹുബലി ഫസ്റ്റിനേക്കാൾ ഒരു പടിക്ക് മുമ്പിലാണ് ബാഹുബലി 2 എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് KGF ഫസ്റ്റ് പാർട്ട് എങ്ങനെയാണോ അതിൻ്റെ 10 മടങ്ങ് എങ്ങനെയാണോ അങ്ങനെയാണ് എനിക്ക് KGF തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഇത് കണ്ടിട്ട് ഒരു പാത്ത് ബ്രേക്കിംഗ് സിനിമയായിരുന്നു ബാഹുബലി എന്ന് പറയുന്നത്. പക്ഷേ അത് ഒരു രീതിയിൽ നോക്കുമ്പോൾ രാജമൗലി ചെയ്തത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ചില സിനിമകളുടെ അനൗൺസ്മെൻറ്റും സെക്കൻഡ് ചുമ്മാ ഒരു കാര്യമില്ലാതെ ഈ സിനിമ കൊണ്ട് എൻ്റെ അറിയാതെ എന്നാൽ പിന്നെ സെക്കൻഡ് പാർട്ടി ഞങ്ങൾ ബാക്കി പറയാമെന്ന് പറയുന്നത് അങ്ങനെ തന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. സോ ഒരു രീതിയിൽ ചിന്തിച്ചാൽ ബാഹുബലി അങ്ങനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇന്ത്യൻ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ സിനിമയെ പറ്റി ആളുകൾ എത്ര നാൾ ചിന്തിക്കുമോ അല്ലെങ്കിൽ എത്ര നാൾ അതിനെപ്പറ്റി പറയുമോ അത്രയും നാൾ ബാഹുബലി എന്ന് പറയുന്ന സിനിമ, ഒരുപാട് സിനിമകളുണ്ട് എന്നാലും ബാഹുബലി എന്ന് പറയുന്ന സിനിമയും അതിൻ്റെ ഒരു ഭാഗമായിരിക്കും എന്നും. അതിനകത്തുള്ള കാസ്റ്റ് ആയിക്കോട്ടെ, ഓഫ് കോഴ്സ് എടുത്ത് പറയേണ്ട ആൾ രാജമൗലി തന്നെയാണ്. പിന്നീട് പറയേണ്ട ആൾ പ്രഭാസാണ്. പ്രഭാസ് എന്ന് പറയുന്ന നായകൻ ഒരു 5 വർഷം അല്ലെ 6 വർഷം അയാളുടെ പീക്ക് ടൈം. ഇപ്പം പുള്ളിക്കാരൻ എല്ലാവർക്കും അറിയാം, പക്ഷെ അന്ന സമയത്ത് ബാഹുബലി അല്ലാത്ത ഒരു പ്രഭാസ് എന്ന് പറയുന്നത് തെലുഗു സ്റ്റേറ്റിലുള്ളൊരു ആവറേജ് ഒരു കളക്ഷനുള്ള ഒരു നടൻ, ഒരു ടയർ 1 വരാൻ ടയർ 2 നിൽക്കുന്ന ഒരു നോർമൽ, അത്ര വലിയ ബോക്സ് ഓഫീസ് റെക്കോർഡുകളൊന്നും ഇല്ലാത്തൊരു നായകൻ. അദ്ദേഹത്തിൻ്റെ 5 വർഷം ഓഫ് കോഴ്സ് ഇത് രാജമൗലിയാണ് എന്നാൽ പോലും അദ്ദേഹത്തിനെ വിശ്വസിച്ച് കൊടുക്കുന്നു. അതോടൊപ്പം റാണ ആയിക്കോട്ടെ, ബാഹുബലി എങ്ങനെയാണോ പ്രഭാസിനേക്കാൾ എനിക്ക് പേഴ്സണലി ക്യാരക്ടറൈസേഷൻ ആയിക്കോട്ടെ, അഭിനയം ആയിക്കോട്ടെ, എന്തും എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഉള്ള ഒരാളെന്ന് പറയുന്നത് ബാഹുബലി സിനിമയിൽ ഫേവറേറ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടർ, ഒന്ന് റാണയെ അവതരിപ്പിച്ച ബെല്ലാൽ ദേവ് എന്ന് പറയുന്ന ക്യാരക്ടറും അനുഷ്കയുടെ ക്യാരക്ടറും എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ്. ബാഹുബലി എന്നുള്ളതൊക്കെ 3rd പ്ലേസിൽ വരത്തുള്ളൂ. ഇവർ 1, 2, 3 അങ്ങനെ ഞാൻ ഇത് ചെയ്യത്തുള്ളൂ. എനിക്ക് അത്ര ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് റാണയുടെ ക്യാരക്ടർ, അനുഷ്കയുടെ ക്യാരക്ടർ, പിന്നീടാണ് നമ്മുടെ ബാഹുബലിക്ക് വരുന്നത്. സോ ഈ ഒരു സിനിമ ഒരൊറ്റ സ്ട്രെച്ചിൽ ഓൾമോസ്റ്റ് 5.5 മണിക്കൂർ ഉണ്ടെന്നാണ്, 5 മണിക്കൂർ 27 മിനിറ്റ്, 5 മണിക്കൂർ 27 അങ്ങനെ എന്തോ ഉണ്ട്. സോ അതെങ്ങനെയാണ് അവരത് ഇൻ്റർവെല്ലുകളൊക്കെ സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. അതെങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, അതായത് ഓൾമോസ്റ്റ് ഒരു മെയിൻ നമ്മളുടെ ആക്റ്റീവ് ആയിരിക്കുന്ന മെയിൻ ഒരു അത്രയും മണിക്കൂറുകൾ ഒരു തിയേറ്ററിൽ എങ്ങനെ അത് കൊണ്ടുപോകുന്നു. അത് ഒരു ബാഹുബലി എന്ന് പറയുന്ന സിനിമയുടെ ഒരു പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഈ ഇറങ്ങാൻ പോകുന്ന 5 മണിക്കൂറുള്ള സിനിമയ്ക്ക് പോലും ഇന്നിവിടെ കാണുന്ന പല സിനിമകളിലും ഇടാൻ പറ്റാത്ത റെക്കോർഡുകളൊക്കെ ഇടാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ ഒരു സിനിമ തിയേറ്ററിൽ ഞാൻ കാണുമെന്ന് എനിക്കറിയില്ല, എന്നാൽ പോലും അങ്ങനെ ഒരു രീതിയിൽ ഇത് കണ്ടിട്ട് പല ആൾക്കാരും ഇനി ഇങ്ങനെ രീതിയിൽ ചിന്തിക്കുമോ എന്നൊരു പേടിയുണ്ട് എനിക്ക്. പല സിനിമകളും അവരിനി ഈ രീതിയിലേക്ക് കൊണ്ടുവരുമെന്നറിയില്ല. എന്നാൽ പോലും ബാഹുബലി എന്ന് പറയുന്ന സിനിമ ഡെഫിനറ്റ്ലി അത് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. 5-6 മണിക്കൂറാണെങ്കിൽ പോലും ആൾക്കാർ അതിരുന്ന് കാണും. എങ്ങനെയാണെന്നറിയില്ല, പാട്ടുകളൊക്കെ അതുപോലെ തന്നെ ആണോ അതോ ഈ മൊത്ത കഥയിൽ അവരെന്തെങ്കിലും രീതിയിൽ ഇതിൻ്റെ കഥ പറച്ചിലിന് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ളൊരു ചെറിയ ആകാംക്ഷയുണ്ട്. എന്നാൽ പോലും ഈ ഒരു സിനിമ ഇന്ത്യൻ സിനിമയുടെ വിസ്മയം എന്നറിയപ്പെടുന്ന ബാഹുബലി ദ എപ്പിക് തിയേറ്ററിൽ വരികയാണ്. നിങ്ങൾക്ക് ഈ ഒരു സിനിമയെ പറ്റി ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാകും, അതും കമൻറ്റിൽ പറയുക. നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്ററിൽ കാണുമെങ്കിൽ അതും കമൻറ്റിൽ പറയാം.